ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2025 തീരുന്നതിന് മുമ്പായിട്ട് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി അതിൽ നിന്നും പൈസ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അധികം ലാഗിങ് ഇല്ലാതെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക അല്ലെങ്കിൽ അതിൽ നിന്നും പൈസ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ആഗ്രഹമാണ് അല്ലേ. യൂട്യൂബിൽ എങ്ങനെയെങ്കിലും ഒന്ന് സക്സസ് ആവണം, അതുപോലെ തന്നെ അതിൽ നിന്നും കുറച്ച് ക്യാഷ് ഉണ്ടാക്കണം എന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പോൾ ഈ 2025 തീരുന്നതിന് മുമ്പായിട്ട് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനകത്ത് സക്സസ് ആകാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം എങ്ങനെയാണ് ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരിക. അവിടെ ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ആൻ അക്കൗണ്ട് പറഞ്ഞിട്ടുള്ള പേജ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അതിൽ ഗൂഗിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചെക്കിംഗ് ഇൻഫോ കൊണ്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ മൊബൈലിലെ പിൻ ലോക്ക് അടിക്കുക. ഓക്കെ, ഇത്തരത്തിൽ ചെക്കിംഗ് ഇൻഫോ കൊണ്ട് വീണ്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരുന്നുണ്ടാവുക, ഗൂഗിൾ സൈൻ ഇൻ എന്ന് പറഞ്ഞിട്ട്. ഈ പേജിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള ഗൂഗിൾ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് സൈൻ ഇൻ അല്ല ചെയ്യേണ്ടത്, നമുക്ക് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് താഴെ ഫോർഗോട്ട് ഇമെയിലിൻ്റെ തൊട്ട് താഴെയായിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോർ മൈ പേഴ്സണൽ യൂസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് എ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ എൻ്റർ യുവർ നെയിം പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ രണ്ട് ബ്ലാങ്ക്സും കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് നെയിം സർ നെയിം പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ ഈ ഫസ്റ്റ് നെയിമിൻ്റെ അവിടെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലെ പേര് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ, നിങ്ങളുടെ യൂട്യൂബ് ചാനലിലെ പേര് ഫുള്ളായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുക. നിങ്ങൾ ഈ സർനെയിം എന്നുള്ള അവിടെ ഒന്നും എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഡയറക്റ്റ് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. ഓക്കെ, ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ ബേസിക് ഇൻഫർമേഷൻസ് ആഡ് ചെയ്യാനുള്ള പേജ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചൂസ് യുവർ ജിമെയിൽ അഡ്രസ്സ് എന്നുള്ള പേജ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജിമെയിൽ അഡ്രസ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല, ഇവിടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ജിമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഈ ക്രിയേറ്റ് യുവർ ഓൺ ജിമെയിൽ അഡ്രസ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഏതെങ്കിലും ഒരു ജിമെയിൽ ID ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ക്രിയേറ്റ് എ സ്ട്രോങ് പാസ്വേഡ് എന്നുള്ള പേജ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ടിന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റിവ്യൂവർ അക്കൗണ്ട് ഇൻഫോ എന്നുള്ള പേജ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ അക്കൗണ്ടിന്റെ പേരും അതിൻ്റെ താഴെ അതിൻ്റെ ആ ഒരു ജിമെയിൽ IDയും കാണിക്കുന്നുണ്ടാവും. ഇനി നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രൈവസി ആൻഡ് ടേംസ് ഉള്ള പേജ് ആയിരിക്കും വരുന്നുണ്ടാവുക. താഴോട്ട് സ്ക്രോൾ ചെയ്യുക, എന്നിട്ട് ഐ അഗ്രി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അതിനായിട്ട് നിങ്ങൾ നേരെ നിങ്ങളുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സ്വിച്ച് അക്കൗണ്ട് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ താഴേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു അക്കൗണ്ട് അവിടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ വേറൊരു അക്കൗണ്ടാണ് എടുത്തിരിക്കുന്നത്, അതിലും ചാനലൊന്നുമില്ല. അപ്പോൾ അതിലെങ്ങനെയാണ് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ആ ഒരു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇതേപോലെ ക്രിയേറ്റ് എ ചാനൽ എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നതായിരിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണിക്കുന്ന ഒരു 3 ഓപ്ഷൻസ് കാണിക്കുന്നതായിരിക്കും.
അതായത് നിങ്ങളുടെ ചാനലിൻ്റെ DP പ്രൊഫൈൽ പിക്ചർ അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷനും പേരും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഹാൻഡിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിലേക്ക് എന്താ പറയുക ഒരു പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല ചാനലിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനും സാധിക്കും. പിന്നെ ഈ ഹാൻഡിൽ എന്ന് പറയുന്ന കാര്യം അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല, എന്നാലും അത് ചെയ്യണവരുണ്ടെങ്കിൽ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചാനലിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് മാറ്റുകയാണ് കേട്ടോ. ഓക്കെ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മാറ്റാനുള്ള ഓപ്ഷനൊക്കെ അതിൽ വരുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൻ്റെ പേര് മാറിയിട്ടുണ്ടാവും. ഇനി താഴെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ചാനൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ചാനൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഇതിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീഡിയോ എന്നുള്ള ഒരു സെക്ഷനിലേക്ക് പോവുക. നമുക്ക് ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ താല്പര്യമുള്ളത് ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു Gmail അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു എഡിറ്റിംഗ് പേജ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ടൈറ്റിൽ എന്നുള്ള ഒരു ഓപ്ഷനിൽ ഒരു ടൈറ്റിൽ നമുക്ക് കൊടുക്കാം. ഞാനിവിടെ ഹായ് ഹലോ എന്നുള്ള ഒരു ടൈറ്റിലാണ് കൊടുക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് താഴെ ആഡ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ താഴെ വിസിബിലിറ്റി എപ്പോഴും പ്രൈവറ്റ് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക, അത് പബ്ലിക് ആക്കുക. പബ്ലിക് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണുകയുള്ളൂ. ഇനി എന്താണ് അതിൻ്റെ താഴെ അൺലിസ്റ്റഡ് എന്ന് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൺലിസ്റ്റഡിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോസ് ലിങ്ക് കിട്ടിയവർക്ക് മാത്രമേ കാണാനായിട്ട് സാധിക്കുള്ളൂ. അതിൻ്റെ താഴെ പ്രൈവറ്റ്, അതെല്ലാവർക്കും അറിയാലോ, വീഡിയോസ് നമുക്ക് മാത്രമേ കാണാനായിട്ട് സാധിക്കുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ വീഡിയോ എപ്പോഴാണ് പബ്ലിഷ് ആവേണ്ടത് എന്നുള്ള ഒരു ഷെഡ്യൂൾ നമുക്ക് ചെയ്യാം കേട്ടോ. എത്ര മണിക്കാണ് പബ്ലിഷ് ആവേണ്ടത് എന്നുള്ള ഒരു ഷെഡ്യൂൾമെന്റ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ആഡ് ടു പ്ലേലിസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും പ്ലേലിസ്റ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഈ ഒരു വീഡിയോ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മാത്രമല്ല ഇത് ആൾക്കാർ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഡിസ്ക്രിപ്ഷനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പ്ലേലിസ്റ്റും കാര്യങ്ങളൊക്കെ അവർക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് മാത്രമല്ല ആ ഒരു പ്ലേലിസ്റ്റിലേക്ക് പോയിട്ട് അവർക്ക് അതിനകത്തുള്ള നിങ്ങളുടെ മറ്റു പല വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അത് മാത്രമല്ല ഇവിടെ വിസിബിലിറ്റിന്റെ താഴെയായിട്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലം എൻ്റർ ചെയ്തിട്ട് അത് നിങ്ങളുടെ വീഡിയോക്കകത്തേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഇതാണ് ലൊക്കേഷൻ എന്ന ഫീച്ചറിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈസ് ദിസ് വീഡിയോ മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഒരു ഇത് കാണിക്കുന്നതായിരിക്കും. അതിൽ നിങ്ങൾ നോ കൊടുക്കുക കേട്ടോ. ഓക്കെ, അതായത് നിങ്ങൾ ഈ ഒരു വീഡിയോ, നിങ്ങളുടെ ഈ ഒരു വീഡിയോ കിഡ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നോ കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ വല്ല കാർട്ടൂണും കാര്യങ്ങളൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ യെസ് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അപ്ലോഡ് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആവുന്നതാണ്. അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ, ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാനും അതിനകത്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനും. പക്ഷെ ഇനി ചിലരുടെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുക എന്നുള്ളതാണ്. അതിന് നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചവേഴ്സും കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതുവരെ നമ്മളൊന്ന് ക്ഷമിച്ചിരുന്നേ പറ്റുള്ളൂ. എങ്ങനെയെങ്കിലും നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചവേഴ്സും എത്തിക്കണം. ഇനി ഈ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചവേഴ്സും കയറിയെന്ന് എങ്ങനെയാണ് അറിയുക? അതിനായിട്ട് നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഏൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബ് അടിയിൽ എഴുതി കാണിക്കുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര വാച്ചവേഴ്സ് ആയിട്ടുണ്ട് എന്നുള്ള സകലമായ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ മോണിറ്റൈസേഷൻ എലിജിബിൾ ആണ്, നിങ്ങൾക്ക് മോണിറ്റൈസേഷന് നിങ്ങൾ അർഹരാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു പേജിൽ തന്നെ അപ്ലൈ നൗ എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ വഴി തന്നെയാണ് നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.